നമ്മൾ വാഹനങ്ങളെക്കുറിച്ചും പെട്രോൾ വിലയെക്കുറിച്ചും വ്യാകുലപ്പെടുമ്പോൾ ലോകം നിശബ്ദമായി നേരിടുന്ന അതിഭയങ്കരമായ മറ്റൊരു പ്രതിസന്ധിയാണ് ഫോസ്ഫറസ് അഥവാ ജീവന്റെ മൂലകം തീർന്നു പോകുന്നത്. പെട്രോളോ ഗ്യാസോ ഇല്ലാതായാൽ നമുക്ക് യാത്രകൾ കുറയ്ക്കാം, അല്ലെങ്കിൽ പകരം സംവിധാനങ്ങൾ കണ്ടെത്താം. എന്നാൽ ഈ ഒരു മൂലകം ഇല്ലാതായാൽ ഭൂമിയിൽ കൃഷി അസാധ്യമാവുകയും മനുഷ്യവർഗം തന്നെ പട്ടിണിയിലാവുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലെ DNA നിർമ്മാണത്തിന് പോലും അത്യാവശ്യമായ ഈ മൂലകം കൃത്രിമമായി ലാബുകളിൽ നിർമ്മിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. ഭൂമിയിലെ ഫോസ്ഫറസ് നിക്ഷേപം വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ ലോകത്തെ ഫോസ്ഫറസ് നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗവും മൊറോക്കോ, ചൈന തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങളുടെ കൈവശം മാത്രമാണുള്ളത്. ഇത് ഭാവിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കും യുദ്ധങ്ങൾക്കും വരെ കാരണമായേക്കാം. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക കൃഷിരീതികളും ഹരിത വിപ്ലവവും പൂർണ്ണമായും നിലനിൽക്കുന്നത് ഈ ഫോസ്ഫറസ് അടങ്ങിയ രാസവളങ്ങളുടെ പുറത്താണ്. മണ്ണിലെ ഫോസ്ഫറസിന്റെ അളവ് കുറയുമ്പോൾ വിളവ് പകുതിയായി കുറയുകയും ഭക്ഷണ സാധനങ്ങളുടെ വില സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഉയരുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇതിന് പെട്രോളിനേക്കാൾ ഗൗരവം നൽകേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിന് പകരമായി ഉപയോഗിക്കാൻ മറ്റൊരു വസ്തു ലോകത്തില്ല എന്നത് തന്നെയാണ് ഉത്തരം. ഇലക്ട്രിക് കാറുകൾ വന്നതോടെ നമ്മൾ പെട്രോളിന് പകരക്കാരനെ കണ്ടെത്തി. എന്നാൽ കൃഷിക്ക് വളമായി ഉപയോഗിക്കുന്ന ഫോസ്ഫറസിനെ പകരം വെക്കാൻ മറ്റൊന്നില്ല. ശാസ്ത്രജ്ഞൻ പറയുന്നത് 50 മുതൽ 100 വർഷത്തിനുള്ളിൽ നിലവിലുള്ള പ്രധാന ഖനികളെല്ലാം ഒഴിഞ്ഞു പോയേക്കാം എന്നാണ്. ഇതിനർത്ഥം വരും തലമുറ വലിയൊരു ആഗോള ഭക്ഷ്യക്ഷാമത്തിനേക്കാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണാവശിഷ്ടങ്ങൾ കൃത്യമായി റീസൈക്കിൾ ചെയ്യുകയും രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോ പ്രാവശ്യം പാഴാക്കുമ്പോഴും യഥാർത്ഥത്തിൽ ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അമൂല്യ നിക്ഷേപത്തെയാണ് നമ്മൾ കളയുന്നത്. പെട്രോൾ ഇല്ലാത്ത ലോകത്ത് നമുക്ക് ജീവിക്കാൻ പഠിക്കാം, പക്ഷെ മണ്ണിൽ നിന്ന് ഒന്നും വിളയാത്ത ഒരു കാലത്ത് മനുഷ്യന് അതിജീവനം അസാധ്യമായിരിക്കും. ഈയൊരു വലിയ സത്യം ലോകം തിരിച്ചറിയാൻ വൈകുന്നു എന്നതാണ് സങ്കടകരമായ വശം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.